അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാം ഇന്ന് തുറക്കാൻ പോകുന്നത്. China is battling a new and rapidly spreading respiratory virus. ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 81ആയി. India's first case of coronavirus has been reported from Kerala. आज रात 12 बजे से पूरे देश में संपूर्ण लॉकडाउन होने जा रहा है. As India struggles to cope with the COVID-19 pandemic, Kerala has been so successful in flattening the curve that globally many are now speaking admiringly of the Kerala model for handling public health emergencies. അതിജീവനം. ഓരോ പ്രളയവും കൊടുങ്കാറ്റും കോവിഡ് പോലുള്ള മഹാമാരികളും ഉരുൾപൊട്ടലുകളും നിപ്പയും നമ്മെ ഇരുട്ടിലാഴ്ത്തിയപ്പോൾ വീണ്ടും വെളിച്ചം തിരികെ കൊണ്ടുവന്നത് കേരളത്തിൻ്റെ ഒത്തൊരുമയായിരുന്നു. യുവാക്കളും മത്സ്യബന്ധന തൊഴിലാളികളും പോലീസും സൈന്യവും ഡോക്ടർമാരും നഴ്സുമാരും അനവധി ആരോഗ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ ഉദാഹരണം നമുക്ക് കാട്ടിത്തന്നു. പ്രത്യാശയുടെയും ഒരുമിക്കലിൻ്റെയും വെളിച്ചം തിരികെ കൊണ്ടുവരാൻ സഹായഹസ്തവുമായി എത്തിയ ഓരോരുത്തരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നമിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട് നമ്മെ വിട്ടുപോയ എല്ലാവർക്കും ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം
യുവാക്കൾക്കിടയിലുള്ള അപകടകരമായ മയക്കുമരുന്ന് ഉപയോഗം മുതലായ വെല്ലുവിളികളെയും നാം നിർഭയം നേരിടുക തന്നെ ചെയ്യും. നമ്മൾ അതിജീവിക്കും. ഇത് കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്.